ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു ഉദാഹരണം പറയാം. എന്താണെന്നോ, ഒരു ക്യാൻസർ ഗാർഡ് പോളിസിനെ പറ്റി പറയാൻ തുടങ്ങുവാണ് ഞാൻ. അതിൻ്റെ പ്രത്യേകത ഇത് പറയാൻ കാരണം, ഒരു 2-3 മാസം മുമ്പ് എൻ്റെ അടുത്ത് ഒരു ഫാമിലി ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കാൻ വന്നായിരുന്നു. അപ്പം അവർ കുറച്ച് കഴിയട്ടെ, അതൊക്കെ പ്രീമിയം ഒക്കെ പറഞ്ഞു കൊടുത്തു, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നല്ല പൈസ വരുന്നുണ്ട്. കാരണം 54 വയസ്സുള്ള ഫാദർ, 49 വയസ്സുള്ള മദർ, പിന്നെ 2-3 കുട്ടികളും. അതിൽ ഒരു കുട്ടിക്കൊക്കെ ജോലിയായി തുടങ്ങിയുള്ളൂ. അപ്പോൾ ഇച്ചിരി കഴിയട്ടെ, 2-3 മാസം കഴിയുമ്പം ഞങ്ങൾക്ക് മതി, എന്നിട്ട് എടുക്കാം എന്നും പറഞ്ഞ് അവരങ്ങ് പോയി. ഇപ്പം ഒരാഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് അതിൻ്റെ ഒരു കുട്ടി വന്നിട്ട് എന്നോട് പോളിസി വേണം, അപ്പം എന്നെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പോളിസി മതി, ബാക്കി 4 പേർക്കും. അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നി. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ ഈ പറയുന്ന പോലെ ക്യാൻസറിൻ്റെ ആരംഭങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയല്ല, അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, അതിൻ്റെ ഇത് ക്യാൻസർ തന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നിർദ്ദേശിച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ കഷ്ടപ്പെട്ട്, അതായത് വലിയ വരുമാനമൊന്നും ഇല്ലാത്തൊരു വീട്ടിലെ 2 ഭാര്യയും ഭർത്താവുമായിരുന്നു. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, അവരെ പഠിപ്പിച്ച് കഷ്ടപ്പെട്ടപ്പോൾ 2 പേർക്ക് ചെറിയൊരു തൊഴിലിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ തന്നെ വരുമ്പോൾ ശരിക്കും അവർക്ക് സാമ്പത്തികമായി യാതൊരു കാര്യങ്ങളും ഇല്ല, അടിസ്ഥാനമൊന്നുമില്ല, ഒരു ചെറിയ വീടും ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു നന്നായി ജീവിക്കാമെന്ന് തീരുമാനിച്ച് തുടങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്, ആ കുട്ടിയുടെ ഒരു നിസ്സഹായ അവസ്ഥ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു മെഡിക്ലെയിം എടുത്തു വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വലിയൊരു പ്രീമിയം ഒക്കെ വരും. അതേസമയം ക്യാൻസർ ഗാർഡ്, ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ ക്യാൻസർ ഗാർഡ് എന്ന് പറയുന്ന പോളിസിയിൽ 5 ലക്ഷം മുതൽ നമുക്ക് 50 ലക്ഷം വരെ സം അഷ്യൂർഡ് എടുക്കാം. അതിൽ 50 ലക്ഷമൊക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് മെഡിക്കൽ ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ വേണം. പ്രായം അനുസരിച്ച് ഏറ്റവും കൂടി 65 വയസ്സ് വരെയുള്ളവർക്കാണ് എടുക്കാവുള്ളൂ. 60 വയസ്സിന് മുകളിലേക്ക് എടുക്കുമ്പോൾ 5 ലക്ഷമേ തരുള്ളൂ. പക്ഷേ 55 വയസ്സ് വരെയുള്ളവർക്ക് 10 ലക്ഷം 15 ലക്ഷം വരെയൊക്കെ കൊടുക്കും. പിന്നെയുള്ളവർ മെഡിക്കൽ ചെക്കപ്പ് ചെയ്താലും കൊടുക്കത്തൊന്നുമില്ല. പക്ഷേ ചെറുപ്പക്കാർക്ക് 50 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മെഡിക്കൽ ചെക്കപ്പൊക്കെ ചെയ്യാമെങ്കിൽ 50 ലക്ഷം വരെയും, ഇല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ഈസി ആയിട്ട് എടുക്കാം. അത് ഫാമിലി ആയിട്ടും എടുക്കാം. ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഒരുവിധം പ്രായമുള്ള ഒരാളുകൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കൂടുതൽ വന്ന് കാണുമ്പോഴത്തേനും ചെക്ക് ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന സംഗതി ക്യാൻസർ ആയിരിക്കും. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നല്ല ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചികിത്സാ ചെലവ് ഹൈ ആണ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്കാണെങ്കിൽ പോലും ക്യാൻസറിൻ്റെ ചികിത്സ എല്ലാം കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കിടന്ന് ചികിത്സിക്കുമ്പോഴാണ് കിട്ടണേ, അതിൻ്റെ ഫ്രീയും പോസ്റ്റും മാത്രമാണ് കിട്ടണേ. പക്ഷേ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചികിത്സയും, ഡേ കെയർ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടും. അതുപോലെ നേരത്തെ ഈ പോളിസി ഇറങ്ങിയ സമയത്ത് ഒരു വീട്ടിൽ ബ്ലഡ് റിലേഷനിൽ പെട്ട ഒരാൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കില്ല, അല്ലെങ്കിൽ ഈ പോളിസി എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു കണ്ടീഷൻ. പക്ഷേ ഇപ്പോൾ അത് മാറി സർക്കുലർ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ വന്നിട്ടുള്ള വീട്ടിൽ ബ്ലഡ് റിലേഷനിൽ പെട്ട ആൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പോളിസി കൊടുക്കുക. 10% എക്സ്ട്രാ പ്രീമിയം അടച്ചാൽ മതി. ഇനിയിപ്പോൾ ചിലർക്ക് ക്യാൻസർ വന്ന് അറിയാതെ ഇരിക്കും. അത് കഴിഞ്ഞ് 4th സ്റ്റേജിലൊക്കെയാണ് ചിലപ്പോൾ അറിയുന്നത്, അതായത് ഒത്തിരി സീരിയസ് ആയി കഴിഞ്ഞിട്ട്. ആ സമയത്താണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന സം അഷ്യൂർഡ് എത്രയാണോ, ഇപ്പോൾ ഒരു 20 ലക്ഷത്തിൻ്റെ അടുത്തുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അപ്പം തന്നെ അയാളുടെ അക്കൗണ്ടിലേക്ക് ഡിക്ലെയർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ 4th സ്റ്റേജാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ, 20 ലക്ഷത്തിൻ്റെ അടുത്തയാൾക്ക് 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ അപ്പം തന്നെ കൊടുക്കും. പിന്നെ ചികിത്സയും 20 ലക്ഷം തന്നെ കൊടുക്കും. എത്ര ചികിത്സാ ചെലവ് വന്നാലും അവർക്ക് കൊടുക്കും. ഇതാണ് ഈ പോളിസിയുടെ ഒരു കണ്ടീഷൻ. ഏറ്റവും നല്ല ഒരു പോളിസിയാണിത്. ചെറിയ പ്രീമിയമാണ്, ഹെൽത്ത് ഇൻഷുറൻസിനേക്കാളൊക്കെ പ്രീമിയം കുറവാണ്. പിന്നെ ഏജ് കൂടുന്നതനുസരിച്ച് പ്രീമിയം കൂടും. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ പുതുക്കാം. ഇനിയുള്ള കാലങ്ങളിൽ ശരിക്കും ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോൾ അറിയാം. എവിടെ നോക്കിയാലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖത്തിന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും അവസാനം അത് ചെന്നെത്തി നിൽക്കുന്നത് ക്യാൻസറിലാണ്. ക്യാൻസർ ഒത്തിരി പേർക്ക് വരുന്നുണ്ട്. ഇപ്പം ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇതൊരു ഏകദേശ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്.
ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വാട്സാപ്പ് നമ്പറാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ പിന്നീട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ എൻ്റെ നമ്പർ 99 47 45 96 64. നന്ദി, നമസ്കാരം.